എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഗുജറാത്ത് കയറി, രാജസ്ഥാനൊക്കെ വിട്ട് ഗുജറാത്തൊക്കെ കയറി കുറച്ചിങ്ങ് ഓടി വന്നായിരുന്നു. ഇവിടെ ഒരു പമ്പി നിർത്തി നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത്. അപ്പം ഞാൻ രാവിലെ എണീറ്റുള്ളൂ. പൊന്നു നല്ല ഉറക്കമാണ്. സമയം ഇപ്പം 8 മണി ആറായി. സൂര്യനൊക്കെ ഉദിച്ചു. രാവിലെ പമ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഡീസൽ അടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇന്നലെ ഇപ്പോൾ രാത്രി അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. സ്ലീപ്പർ വണ്ടിയാണ്, ബിസിനസ് ക്ലാസ്. അപ്പോൾ നമുക്ക് രാവിലെ പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ പമ്പിൽ വാഷ്റൂം ഉണ്ട്. ഇന്നലെ രാത്രി വലിയ ഇതില്ലായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വാഷ്റൂമൊക്കെ നല്ല ഇതാണ്, പക്ഷേ നിലത്ത് ഈ മാറ്റ് ഇട്ടേക്കുന്നതിൽ ഫുള്ള് യൂറിൻ പാസ്സായിക്കും. അപ്പം അതിൻ്റെ സ്മെല്ലാണ് ഇവിടെ മൊത്തം. നമുക്ക് പല്ല് വെച്ചിട്ട് അങ്ങോട്ടെങ്ങാനും കൊണ്ടുപോയി വണ്ടി നീക്കി നിർത്താം, എന്നിട്ട് പൊന്നുവിനെ വിളിക്കാം. ഇപ്പോൾ അതേ പൊന്നു എണീറ്റ് വന്നു. അവളും പല്ല് വെച്ച് റെഡിയാവുക. ഇതേ ആയിട്ട് നമുക്ക് പോകാം. ഇനി വണ്ടിക്കകം ഫുൾ അടുക്കണം. ഇന്നലെ കിടന്നുകൊണ്ട് രാത്രി ഇതേ എല്ലായിടത്തും നിരത്തി ഇട്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതൊക്കെ അടുക്കണം. ഫുള്ള് ഡ്രസ്സും കമ്പിളിയൊക്കെ ഒന്ന് വിരിക്കണം. ഷട്ടറെല്ലാം മാറ്റിക്കോ. പൊന്നു രാവിലെ കയറി വണ്ടിയിലിരുന്നു. ഇന്ന് പൊന്നുവിൻ്റെ ഡ്രൈവിംഗ് ഉണ്ടാവുന്നതാണ് അല്ലേ പൊന്നു? അതെ, നോക്കി ആലോചിക്കട്ടെ. രാവിലെ എന്താ സ്പെഷ്യൽ ഇന്ന്? ആ അപ്പോൾ പുത്തേഡ് ഫാമിലി വ്ളോഗിൻ്റെ സൂറത്തിലേക്കുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഇവിടെ സർവീസ് റോഡിൽ ഇറക്കിയ വണ്ടി ഇട്ടിരുന്നത്. സർവീസ് റോഡിലായിരുന്നു മുമ്പല്ല. നമുക്ക് രാവിലെ ഹൈവേയിലേക്ക് കയറാം. ചിലോദ, എനിക്ക് തോന്നുന്നത് ഗുജറാത്തിൽ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് രാവിലെ ടോളും എടുത്ത് ദിവസം ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഇത് ഇവിടെ ഇഷ്ടംപോലെ മാങ്ങയുണ്ട്, പേരക്കയുണ്ട്, ചോളമുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വേണോ വല്ല മാങ്ങ വല്ലോ? ഓ, രാവിലെ മാങ്ങയാണ്. പിന്നെ കഴിക്കാൻ മേടിച്ച് വെച്ചാൽ. അപ്പം നമ്മൾ NH 48 പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പമ്പിൽ കയറാം. കയറി ആദ്യം രാവിലെ ഫ്രഷ് ആവട്ടെ. നമ്മൾ പമ്പിലൊക്കെ കൊണ്ടുവന്നിട്ട് ഫ്രഷായി. ഇവിടുത്തെ എന്തായാലും വാഷ്റൂമൊന്നും പ്രശ്നമില്ലായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് എയർ ചെക്ക് ചെയ്യണം. എയർ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. 14 34 34 ചാച്ചി അങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ടയറിനെ കാറ്റ് കുറവായിരുന്നു. എനിക്ക് ഇന്നലെ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറുതായിട്ടൊരു സൈഡ് വരിയുന്ന പോലെ തോന്നി. അതാ പിന്നെ കൊണ്ട് ഇന്നലെ അപ്പുറത്ത് നമ്മളൊരു പമ്പിൽ കൊണ്ടുപോയി നിർത്തിയപ്പോൾ അവിടെ ഒന്നും പണി നടക്കുമായിരുന്നു, എയർ ചെക്ക് ചെയ്യുന്നതിൻ്റെ. അപ്പം ടയറിൻ്റെ പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് കാറ്റൊക്കെ അടിച്ചു. അപ്പോൾ പൊന്നു രാവിലെ ഓടിക്കാൻ വേണ്ടി കയറി. പൊന്നു രാവിലെ വണ്ടി എടുക്കുക. വിശക്കുന്നുണ്ട്, രാവിലെ എവിടെയെങ്കിലും കഴിക്കാൻ നിർത്താം. എനിക്ക് വിശക്കുന്നുണ്ട്. അങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ട് എവിടെയെങ്കിലും നിർത്താം. നമ്മുടെ യാത്രയുടെ 20ാമത്തെ ദിവസമാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നിപ്പം എത്ര ദിവസമായി? 46 ദിവസമായി. അപ്പം ഞാനും പൊന്നും കൂടെ തന്നെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള 20ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇതിൽ 19 ദിവസവും നമ്മൾ രാജസ്ഥാനിലായിരുന്നു. നമ്മൾ രാജസ്ഥാനിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ജോധ്പൂർ വെച്ചിട്ടാണ്. അപ്പോൾ ജോധ്പൂർ പോയി, പിന്നെ അവിടെ നിന്ന് അജ്മീർ പോയി, പുഷ്കർ പോയി, അത് കഴിഞ്ഞവിടെ നമ്മൾ ജയ്പൂർ പോയി അല്ലേ. ജയ്പൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ ചിത്തോർഗഡ് പോയി. ചിത്തോർഗഡിൽ നിന്ന് നമ്മൾ ഉദയ്പൂർ പോയി. അപ്പോൾ ഉദയ്പൂരിൽ നിന്ന് നമ്മൾ സൂറത്തിൽ പോയിക്കൊണ്ടിരിക്കുക. സൂറത്ത് വരെ ഓടിക്കുമല്ലേ പിന്നെ? അതൊന്നറിയത്തില്ലേ, എനിക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ട്. ഇന്നലത്തെ ഉറക്കം ശരിയായില്ല. ഇല്ലേ? ഇല്ല. കുറച്ച് ഓടിച്ചു വന്നു, അത് കഴിയുമ്പോൾ ഞാൻ ഓടിക്കാം. ഇവിടെ നിന്ന് ഇനിയിപ്പം സൂററ്റിനൊരു 250 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പഴയും കഞ്ഞിയും പിന്നെ എന്നുള്ള പിന്നെ മുട്ട ഇരിപ്പുണ്ട്, വേണം നമുക്ക് മുട്ട പൊരിക്കാം. പിന്നെ ഞങ്ങളുടെ പ്ലാൻ കുറച്ച് തൈര് എവിടെന്നെങ്കിലും മേടിച്ചിട്ട് കുറച്ച് തൈര് ഇടാന്ന് വെച്ചു. ചിക്കൻ ഇരിപ്പുണ്ട് ഇന്നലത്തെ. ഉണ്ടോ? അപ്പം പഴയും കഞ്ഞിയും തൈര് വേണോ എന്നാ? ചിക്കൻ്റെ കൂടെ വേണ്ടല്ലേ? വേണ്ട. നമുക്ക് പഴയും കഞ്ഞിയും ചിക്കൻ കറിയും കഴിക്കാം. അല്ല, ചിക്കൻ കറി അല്ല, ചിക്കൻ ഫ്രൈയും കഴിക്കാം. ഇന്ന് നമുക്കേ
വണ്ടി ഒന്ന് കഴുകാം. അപ്പം എവിടെയെങ്കിലും വണ്ടി കഴുകുന്നിടം കാണുന്നുണ്ടെ അവിടെ നിർത്തിക്കും. നോക്കാം. മിക്കവാറും ഇവിടെ ഹൈവേ സൈഡിലുണ്ടാവും. ഗാന്ധിനഗർ നേരെ, അഹമ്മദാബാദ് നേരെ. ഇവിടെ എല്ലാം ഉണ്ടല്ലോ, ഇംഗ്ലീഷിന്റെ കൂടെ ഗുജറാത്തിയിലും എഴുതി വെച്ചിട്ടുണ്ട് ബോർഡെല്ലാം. ആ പിക്കപ്പിൽ ക്യാബേജും പച്ചക്കറികളും ഒക്കെ കൊണ്ടുവന്നേ. ക്യാബേജാ കൂടുതലും. ഇത് ട്രാക്ടറിൽ ഒരാൾ ബാക്കിൽ നിന്ന് പോകുന്നുണ്ടോ. ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട് രണ്ട് സൈഡിലും. നറോഡ 20, അഹമ്മദാബാദ് 35, സൂററ്റ് 251 കിലോമീറ്റർ. അഹമ്മദാബാദ് പോകുന്ന പൊന്നു. എനിക്ക് ക്ലാസ് തുടങ്ങാറായി, ചെല്ലണം, ഇല്ലെങ്കിൽ അവരെന്നെ പറഞ്ഞു വിടും കോളേജിൽ നിന്ന്. ആദ്യം ഞങ്ങൾ അഹമ്മദാബാദ് പ്ലാൻ ചെയ്താ, പിന്നെ അത് മാറ്റി സൂറത്താക്കി. ഞങ്ങളുടെ പ്ലാനിങ് നമ്മൾ പോകുന്ന വഴിക്ക് ഉള്ള മെയിൻ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോകാനായിരുന്നു. പക്ഷെ പിന്നെ സമയം അതിന് അനുവദിക്കുന്നില്ല. രാവിലെ തൊട്ട് ഇഷ്ടം പോലെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഉള്ള വണ്ടി കാണുന്നുണ്ട്. ഇതൊക്കെ പച്ചക്കറി വണ്ടികളാ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമുക്ക് ഫുഡ് കഴിക്കാൻ മിക്കാറും നമ്മൾ കുക്ക് ചെയ്യണമെങ്കിൽ അഹമ്മദാബാദ് കുറച്ചപ്പുറത്തോട്ട് ഓടണമെന്ന് തോന്നും. സൈഡിലോട്ട് അധികം ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല തണലുണ്ടായിരുന്നു, ഇഷ്ടംപോലെ മരങ്ങളായിട്ട്. ഇങ്ങോട്ട് നല്ല തിരക്കായി. ഇപ്പം അഹമ്മദാബാദ് എടുക്കാറായതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ഗാന്ധിനഗർ, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോവാം. അപ്പോൾ ഗാന്ധിനഗറാണ് ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ, തലസ്ഥാനം. ഗാന്ധിനഗർ ക്യാപിറ്റൽ ആണെങ്കിലും ഗുജറാത്തിലെ ഏറ്റവും വലിയ സിറ്റി അഹമ്മദാബാദാണ്. ഗാന്ധിനഗറിന് തിരിയാനുള്ള തിരക്കായിരുന്നു തന്നല്ലേ അതിന് മുന്നേ ഉള്ളത് ആയിരിക്കും. അഹമ്മദാബാദ് നേരെ 20 കിലോമീറ്റർ, സൂററ്റ് 266 കിലോമീറ്റർ. എയർപോർട്ട് റൈറ്റ്. വേൾഡ് ഹെറിറ്റേജ് സിറ്റി അഹമ്മദാബാദ് വാംലി വെൽക്കംസ് യു. അപ്പോൾ അഹമ്മദാബാദിന് ഇവിടെ നിന്നൊക്കെ തിരിഞ്ഞങ്ങ് പോവാം. നമ്മൾ തിരിയുന്നൊന്നുമില്ല, നമ്മൾ നേരെ പോവാം. ഇതെല്ലാം വീടുകളുള്ള ഏരിയ. സിഗ്നലിൻ്റെ തിരക്ക. പൊന്നു അങ്ങനെ ഇവിടുത്തെ സിഗ്നലിൽ കൂടെ ചീറി പായിച്ച് വണ്ടി പിടിച്ചോണ്ടിരിക്കുകയാണ്. രണ്ടാമത് പിന്നെ സിഗ്നൽ കിട്ടി ഞങ്ങൾക്ക്. രണ്ടാമത് പിന്നെ സിഗ്നൽ കിട്ടിയത്. അവിടെ വഴിപണിയും കൂടെ, അതുകൊണ്ട് പിന്നെ സിഗ്നൽ ഓഫ്. ഒന്ന് അഹമ്മദാബാദ് സിറ്റിയുടെ കയറിയിട്ട് വന്നാലോ? വേണ്ട, മതിയായി. വലിയ തിരക്കില്ല, കുറച്ച് തിരക്കേ ഉള്ളൂ. ബൈക്കാരാ കേറി അങ്ങ് വരുക. പൊന്നു അതെന്താന്ന് അറിയാവോ ബൈക്ക് കൂടുതലായിട്ട് തോന്നുന്നേ? അത് ഇത്രയും ദിവസം ഹൈവേയിലല്ലായിരുന്നു. ഹൈവേയിൽ അങ്ങനെ ഇല്ലാഞ്ഞിട്ട് പെട്ടെന്ന് ടൗൺ കയറുമ്പോൾ തോന്നുന്ന അത് സ്ഥലമുണ്ട്, അതുകൊണ്ടാണ് അതിൽ കയറി വരുന്നത്. ഇങ്ങോട്ടൊക്കെയും വഴിപണിയാ, അതാ ഇതുപോലെ തിരക്കും നോക്കുമൊക്കെ വരുന്നത്. പക്ഷെ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഫ്ലൈ ഓവറൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും. നമ്മൾ ഹൈവേ കൂടെ പോകുന്നവരെ തന്നെ പെട്ടെന്ന് അങ്ങനെ വന്നങ്ങ് പോകാം. ഇവിടെയൊക്കെ ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കുന്നുണ്ട്. ടൗണിൻ്റെ തിരക്ക് അനുഭവിക്കാൻ പറ്റിയില്ല, ചെറിയൊരു തിരക്ക് അനുഭവിക്കാൻ പറ്റിയില്ലേ? അതെ. എനിക്ക് ഈ തിരക്കത്തോടെ വണ്ടി ഓടിക്കുന്നതേ ഇഷ്ടമല്ല. വെറുതെ തിരക്കിക്കൂടെ വണ്ടി ഓടിക്കാൻ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓടിക്കുക എല്ലായിടത്തും. ഈ ഓട്ടോയിൽ കണ്ടോ പേപ്പർ റോളോ ഉണ്ടോന്ന്? പേപ്പറാ മൊത്തം. പൽ ബസ്, ബിസിനസ് ക്ലാസ്സാണ്. നല്ല സെറ്റപ്പ് ബസ്സുകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. രാവിലെ തൊട്ട് കുറേ വണ്ടിയുണ്ട്. നമ്മൾ ലെഫ്റ്റാണേ, ആ ബസ് പോകുന്ന റൂട്ടിൽ പോകണം. ഓക്കെ. പൊന്നൊന്ന് ക്ലച്ച് താങ്ങി മടുക്കും. ഇപ്പോഴേ ഞാൻ മടുത്തു. സമയം എത്രയാണെന്നറിയോ? എത്രയായി പറയണ്ട, ബൈക്കെനിക്ക് 11:30. കഴിച്ചില്ല ഇതുവരെ. ടൗണൊന്ന് പാസ് ചെയ്തിട്ട് കഴിക്കാന്ന് വെച്ചാ. ഇത് ബസ്സിനുള്ള ലൈനാന്ന് തോന്നുന്നല്ലേ നടുക്കൂടെ? അതെ അതെ, ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ തുണിയുണ്ട്. തുണി, പച്ചക്കറി, കുഞ്ഞു മാർക്കറ്റാന്ന് തോന്നുന്നു. പച്ചക്കറികൾ എന്ത് ചെയ്യാൻ നോക്കി. മേളിൽ 2 ഫ്ലൈ ഓവർ ഉണ്ട്. അത് രണ്ടും ഫ്ലൈ ഓവറാണ്. നമ്മൾ കുറച്ച് അപ്പുറത്തോട്ട് ചെന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് പോവാം, ടൗണിൽ നിന്ന് ഇറങ്ങാം. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നറോഡ റോഡിൽ കൂടാണ്. ഈ ബസ് കാത്തിരിപ്പ് കൊള്ളാം അല്ലേ? അധികം ചൂടും അകത്തോട്ട് കയറില്ല, ഫുള്ള് കവർ ചെയ്തിട്ട്. ഇത് ഇങ്ങോട്ട് ബൈക്ക്, സൈക്കിള്, ഓട്ടോ, ട്രാക്ടർ ഒന്നും അലൗഡ് അല്ല. അങ്ങനെ നമ്മൾ ടൗണിൽ നിന്നിറങ്ങി എക്സ്പ്രസ് ഹൈവേയിൽ വന്ന് കയറി. വെൽക്കം ടു അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് ഹൈവേ. ഇനി നമ്മളെങ്ങനെ ഫുഡ് കഴിക്കും? എക്സ്പ്രസ് ഹൈവേയിൽ നിർത്താൻ പാടില്ലെന്നുള്ളത് അറിയാവോ? അത് ശരിയല്ലേ, ഞാൻ തിരക്ക് പോയതെന്ന് ദിവസം സന്തോഷിച്ചേ. ഞാനത് ഒത്തിങ്ങനെ ഇരുന്നാണ്. അപ്പം ഞാൻ കഴിഞ്ഞ് എങ്ങനെ ഫുഡ് കഴിക്കും? വെൽക്കം
മഹാത്മാഗാന്ധി എക്സ്പ്രസ് ഹൈവേ. എവിടെയെങ്കിലുമൊക്കെ നിർത്താൻ സ്ഥലം ഉണ്ടാവും. ഇടയ്ക്ക് നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേയിൽ കാണില്ലേ മറ്റേ റെസ്റ്റോറൻറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഓരോ ഏരിയ ആണല്ലേ, അങ്ങനെ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും. നോക്കാം നമുക്ക്. ഗുജറാത്ത് GSRTC അത്. ദേ ഡ്രൈവിംഗ് ലൈൻ, ഓവർടേക്കിംഗ് ലൈൻ, ഡു നോട്ട് ഓവർടേക്ക് ഫ്രം ലെഫ്റ്റ് സൈഡ്. കേട്ടല്ലോ എല്ലാം ഡ്രൈവർ? കറക്റ്റിന് ഫോളോ ചെയ്തോണം. ഫെസിലിറ്റീസ് അവൈലബിൾ ഹിയർ, ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ്, ആംബുലൻസ്, പെട്രോൾ വെഹിക്കിൾ എല്ലാം ഉണ്ട്. The important notice: all road users are informed that you may experience traffic jams. റോഡ് വർക്ക് ഒക്കെ ചില ഏരിയയിൽ നടക്കുന്നുണ്ട്. നമ്മൾ യു മേ എക്സ്പീരിയൻസ് ട്രാഫിക് ജാം. അതുകൊണ്ട് സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. കേട്ടല്ലോ? അത് ഇവിടെ ഒതുക്ക്. ഞാൻ പോയി ഇവിടത്തെ കടയിൽ വല്ലതും തൈര് കിട്ടുമെന്ന് ചോദിച്ചിട്ട്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും തൈരില്ല. ഒരു 500 മീറ്റർ അപ്പുറത്തോട്ട് പോയാൽ തൈര് കിട്ടുമെന്നാണ് പറഞ്ഞത്. लड़की दही नहीं मिला, आगे 500 मीटर में मिलेगा. ഇത് ഇവിടെ വാഷ്റൂം ഒക്കെ ഉണ്ട്. GSRTC വണ്ടി എടുക്കണം. എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. എന്നാ ഇവിടെ നിർത്തിക്കോ. കാറ്റടിച്ച് നിർത്ത്. അത് അവിടെ നിന്ന് പറന്നു പോകുന്നു. എമർജൻസി പാർക്ക് ഓൺ ലെഫ്റ്റ്. ഇവിടെ ലോറിക്കും ബസ്സിനൊക്കെ 80 കിലോമീറ്റർ സ്പീഡ്, കാറിന് 100. ഡു നോട്ട് സ്റ്റോപ്പ് ഓൺ എക്സ്പ്രസ് ഹൈവേ. നമ്മളിനി ഒരു 75 കിലോമീറ്റർ ഈ എക്സ്പ്രസ് ഹൈവേ കൂടെ പോകുന്നു. 500 മീറ്റർ ചെന്ന് കഴിയുമ്പോൾ തൈര് കിട്ടുമെന്ന് പറഞ്ഞാൽ, പക്ഷെ 500 മീറ്ററിൽ കടയൊന്നും കണ്ടില്ല. എനിക്കൊന്ന് നമ്മൾ ഈ വഴിയിൽ നിന്ന് ഇറങ്ങിപ്പോണായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം കൃഷിയിടങ്ങളാണ്. നാഷണൽ എക്സ്പ്രസ് വേ 1, എ പാർട്ട് ഓഫ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. വെൽക്കം ടു ഖേദ ഡിസ്ട്രിക്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നല്ല ഗോതമ്പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 2 സൈഡും കൃഷിയാ. ആ കാണുന്ന മൊത്തം കോളിഫ്ലവർ തോട്ടാ. കോളിഫ്ലവർ അല്ലേ, ക്യാബേജ്. ഇതാണ് വട്രാക് റിവർ. എന്താ മുന്നേ മുഖത്തൊരു തെളിച്ചക്കറവ്. വെയിലടിച്ചിട്ട് എനിക്ക് തലവേദന എടുക്കുന്നു. ഞാൻ ചേച്ചി കഴിക്കാൻ കിട്ടാത്തോണ്ടായിരിക്കും. അല്ലല്ല, വെയിലടിച്ചിട്ട് ഭയങ്കര ചൂട് വെയിലിന്. സൂററ്റ് 218 കിലോമീറ്റർ. NE1 നാഷണൽ എക്സ്പ്രസ് വേ 1. സദ്യക്കൊക്കെ പാത്രമായിട്ട് പോകുന്നവരില്ലേ ആ വണ്ടി കണ്ടപ്പോൾ. മുകളിലൂടെ വേറൊരു ഹൈവേ പോകുന്നു. ഇവിടെ വണ്ടി ആക്സിഡൻ്റ് ആകാൻ തോന്നുന്നു, ആണെന്ന് തോന്നുന്നു. ഇതേ അതെ, കെട്ടി തട്ടി. എങ്ങനെയുണ്ട് പൊന്നു എക്സ്പ്രസ് ഹൈവേ കൂടെ ഓടിച്ചിട്ട്? കുഴപ്പമൊന്നുമില്ല. അല്ല, ഞങ്ങൾ 100-ൽ പറന്നു പോവുകയാണ്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് കാറിന് 100. ഇവിടെ 2 ലൈനാണ് ഉള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്കിങ് പാടില്ല എന്നാണ് എഴുതി വെച്ചിരുന്നത്. പക്ഷെ ഇവിടെ വണ്ടികളെല്ലാം ഇഷ്ടം പോലെ ലെഫ്റ്റിൽ കൂടെ കയറി വരുന്നത്. ലെഫ്റ്റിൽ കൂടെ കയറി വരുള്ളൂ. അത് ഓവർടേക്കിംഗ് ലൈൻ ഒന്നും അല്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും എമർജൻസി ടൈമിൽ എന്തെങ്കിലും നിർത്താനും അതിനുള്ള ലൈനാണ്. പക്ഷെ അതുവഴിയാണ് കൂടുതലും വണ്ടികൾ കയറി വരുന്നത്. ഇതൊക്കെ ഓരോ വീടുകളും ഇതുണ്ടോ. പശുണ്ടോ? എൻ്റെ ഏറെ പശുവാണ്. ഇതേ ഒട്ടകം നിൽക്കുന്നു. ഒട്ടകവണ്ടിയൊക്കെ ഉണ്ട്. കുറേ ദിവസമായിരുന്നു ഒട്ടകത്തിനെ കണ്ടിട്ട്. അതെ, സൂററ്റ് ഇവിടുന്ന് 192 കിലോമീറ്റർ, മുംബൈ 475 കിലോമീറ്റർ. നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് ഹൈവേ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, 12:45. ലഞ്ചിന് സമയമായി. ലഞ്ചും നടക്കും തോന്നുന്നില്ല. ഇനി ഇത് കഴിഞ്ഞ് അടുത്ത എക്സ്പ്രസ് ഹൈവേയിലോട്ടാണ് കയറുന്നത്. വേണേ മറ്റേ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട് നിർത്ത് മേടിച്ച്, വേണേ 2 സെക്കൻഡ് അവിടെ നിർത്തിയാൽ കഴുകിയെടുക്കാം. നിർത്തുന്ന കാര്യം വേറൊരു പ്രശ്നം. നല്ല സ്പീഡിൽ വരുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ നിർത്താൻ ഒട്ടും പറ്റത്തില്ല നമുക്ക്. പിന്നെ ഈ ഇവിടെ ഒന്നും വേറെ പാർക്കിംഗ് ഏരിയാസ് ഒന്നും കണ്ടുമില്ല ഇതുവരെ. ആനന്ദ് ഇന്റർചേഞ്ച് 3 കിലോമീറ്റർ ഹെഡ്. അവിടെ ചിലപ്പം അവിടെ നിന്നൊക്കെ എക്സിറ്റുകളാന്ന് തോന്നുന്നു അല്ലേ? എക്സിറ്റുകളായിരിക്കും. ഇൻ എമർജൻസി പാർക്ക് ഓൺ ലെഫ്റ്റ്. എങ്ങനെ ഇവിടെ ലെഫ്റ്റിൽ പാർക്ക് ചെയ്യും? ലെഫ്റ്റിൽ കൂടെ പോകുന്നത് വണ്ടി. ഇവിടെ ലോറികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തോട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വന്ന് എടുത്തോ.
എല്ലാം മൊത്തം വേസ്റ്റ്, അതുകൊണ്ട് ഭയങ്കര സ്മെല്ലാ. ഇന്നലെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച കഞ്ഞിയായിരുന്നു, അതൊക്കെ പറ്റിപ്പോയി. ഹൈവേ കൂടെ നല്ല സ്പീഡിലാണ് വണ്ടി വന്ന് പോകുന്നത്. അപ്പം ഇന്നത്തെ ബ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ അതെ, ചിക്കനും ചോറും ഒരു മുളകും. അപ്പോൾ അതെ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഓടിച്ചോ, അതേപോലെ ഞാൻ ഓടിക്കാം. ഇനി വൈകുന്നേരം വരെ ഫുഡൊന്നും ഇല്ല, 1:30 രാവിലത്തെ ഉച്ചക്കത്തെയും കൂടെ ഒന്ന് ചേച്ചു. അതെ, ഇനിയിപ്പോൾ രാത്രിയിലേ ഉള്ളു കേട്ടോ. വഡോദര നേരെ 24 കിലോമീറ്റർ, വാപ്പി 281 കിലോമീറ്റർ. നമ്മളെ നാട്ടിലോട്ട് വാപ്പിയുടെ അല്ലേ പോന്നേ? അതുവഴി ചെല്ലും. നമുക്ക് ദമന്തിയും ഒക്കെ കണ്ടിട്ട് അതുവഴി ഇങ്ങനെ അങ്ങ് കറങ്ങിപ്പോ. ദമന്തിയോ കാണാൻ നേരമുണ്ടോ? എനിക്ക് സമയമുണ്ട്. ഞാൻ കണ്ടതാ ദമനൊക്കെ. ദിയോ പോയിട്ടില്ല, ദമൻ പോയതാ. ഇതിന്റെ ഇടയ്ക്ക് അപ്പുറത്തുണ്ടല്ലോ അവിടെ വാഴ നിക്കുന്നത്, ഇതേ വാഴ. അതെ, വാഴ കണ്ടപ്പം കണ്ണുകൾക്കൊക്കെ കുറച്ച് കുളിർമകൾ കിട്ടിയ. ഇല്ല, ആദ്യം കുളിർമകൾ കിട്ടിയില്ല. എന്തേ? പശുക്കൾ, പോത്തുണ്ട്. മിക്ക വീട്ടിലും പോത്തുണ്ട്. പോത്താണോ? അല്ലേ എരുമ. സോറി, പോത്തല്ലേ, എരുമ. കണ്ണുകൾക്ക് കുളിർമ കിട്ടിയെന്ന് ചോദിച്ചാലേ, മോക്കെല്ലാം നാട്ടിൽ പോണ്ട്. മാവും തെങ്ങും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ബഹളമല്ലായിരുന്നു. മാവും തെങ്ങ് കാണുമ്പോൾ ഞാൻ വെള്ളം വെച്ചൊന്നുമില്ല. എനിക്ക് കഞ്ഞിയും കഴിച്ചു. സോ എനിക്കിപ്പോൾ ഇത്തിരി സമാധാനമുണ്ട്. എനിക്ക് 3-4 ദിവസമായിട്ട് കഞ്ഞിയൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മളവിടെ സ്റ്റേ ആയതുകൊണ്ട്, ഉദയ്പൂരായതുകൊണ്ട് അതിൻ്റെ സങ്കടമായിരുന്നു. ഇപ്പം എനിക്ക് ഓക്കെ, ഐ എം ഡൺ. സൂററ്റ് 173 കിലോമീറ്റർ. മാഹി സാഗർ റിവർ. എന്ത് വെള്ളം അല്ലേ. വെൽക്കം ടു വഡോദര ഡിസ്ട്രിക്ട്. നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റും മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഡിസ്ട്രിക്റ്റിൽ കയറാൻ പിന്നെ നാട്ടിൽ പോകാൻ പറ്റുമോ? അയ്യോ, വലിയ തമാശ. തമാശയല്ല, നീ ചമ്മി. അത് മതി. ഇതാണ് മാഹി കോട്ട റിവർ. പക്ഷെ ഇവിടെ വെള്ളമില്ലല്ലോ. വെള്ളമില്ല, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ ഇത്രയും നേരം തപ്പിയിരുന്ന റെസ്റ്റ് ഏരിയ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേ വന്നു. അതെ, ഡീസലുണ്ടോ? കുഴപ്പമില്ല. ഓരോ എക്സ്പ്രസ് ഹൈവേന്ന് മാറി അടുത്തോട്ടാ കയറാൻ പോകുന്നത്. അപ്പം ഉണ്ടെങ്കിൽ അല്ല, ഇല്ലെങ്കിൽ വേറെ ഡീസൽ അടിച്ചിട്ട് പോവാം. അല്ല, ഇവിടെ അടുത്തും ഉണ്ട്, ഡീസലൊക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റ് സർവീസ് ഏരിയ ഞാൻ നേരത്തെ ഗൂഗിളിൽ തപ്പിയപ്പോൾ കണ്ടായിരുന്നു. അപ്പം അതിൽ വന്നിരുന്ന് കഴിക്കാൻ തന്നെ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ വിശപ്പ് സമ്മതിച്ചില്ല, പറ്റിയില്ല. പിക്കപ്പിൽ പോകുന്നുണ്ട് ആൾക്കാർ, 2 തട്ടൊക്കെ അടിച്ച്. ഡബിൾ ഡെക്കറാ. ദ കീപ് ലെഫ്റ്റ് ഫോർ റെസ്റ്റ് ഏരിയ. ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ 1 കിലോമീറ്ററിൽ തിരിയും. നമുക്ക് അങ്ങോട്ടാ കയറണ്ടേ. ഈ താഴെ കാണുന്ന റെസ്റ്റ് ഏരിയ, പമ്പും എല്ലാം ഉണ്ട്. നല്ല റെസ്റ്റ് ഏരിയ ആയിരുന്നു. പമ്പുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. അത് വേറെ വണ്ടിയും വേളമൊന്നും ഇല്ലല്ലോ. പക്ഷെ കടയില്ലല്ലോ വേറെ, അതുകൊണ്ട് എന്തെങ്കിലും വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കഴിച്ചാൽ മതിയായിരുന്നു നമ്മള്. മുംബൈ എക്സിറ്റ് അവിടെ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കോ. എനിക്കൊന്ന് അപ്പുറത്തുനിന്നാന്ന് തോന്നുന്നു എക്സിറ്റ്. ഇവിടെ എക്സിറ്റ് വരുന്നത്. ബറൂച്ചും സൂററ്റും ഒക്കെ ലെഫ്റ്റ്, നേരെ ഇത് വഡോദരയ്ക്ക് പോകാൻ ഹൈവേ. അപ്പം നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. നമ്മളിങ്ങനെ കറങ്ങി നേരെ ചെന്ന് എക്സ്പ്രസ് ഹൈവേ 4 കയറും. ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ. നമ്മൾ വന്ന് എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിരിക്കുന്നു. വെൽക്കം ടു വഡോദര മുംബൈ എക്സ്പ്രസ് ഹൈവേ. മുംബൈ 378 കിലോമീറ്റർ, സൂററ്റ് 170 കിലോമീറ്റർ. ഇത് നല്ല 8 ലൈൻ ഹൈവേ ആണ്. വലിയൊരു ടോള് ഈ ഹൈവേയിലെ നമ്മുടെ ആദ്യത്തെ ടോൾ. ഇവിടെ ലോറിക്ക് സ്പീഡ് ലിമിറ്റ് 80, ബസ്സിന് 100, കാറിന് 120. സന്തോഷായി. മുംബൈ 407 കിലോമീറ്റർ. നമുക്ക് നേരെ മുംബൈ വിട്ടാലോ? അപ്പോ ഞാൻ എങ്ങോട്ടാണല്ലോ റെഡിയാണ്. എന്നിട്ട് കോളേജിൽ പോണെന്ന് പറഞ്ഞാ അത് പിന്നെ കോളേജിൽ നിന്ന് അവരിങ്ങനെ മെസ്സേജ് ഇടുമ്പോ പോണ്ടേ. ഫൈനൽ ഇയർ അല്ലേ, ഒന്ന് തീർത്തിട്ട് വരട്ടെ. ഇതേ അവിടെ എല്ലാം കോട്ടൺ കൃഷിയാ. പരുത്തി ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അതൊരു ഡിഫൻഡർ പോന്നു. ഓടിക്കണോ? യാ. അപ്പം നമ്മൾ സ്കോർപിയോ എന്ന ഡിഫൻഡറിൽ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് തൽക്കാലം എൻ്റെ ഡിഫൻഡർ. അതെ നമ്മളിപ്പോൾ 120 പോകും.
ഏത് വണ്ടിയാണ് എന്താ പോയപ്പോ ഒരു വണ്ടി പിടിച്ചത്. ഇതിപ്പം കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിന്റെ ഹെൽക്കാരായിട്ട് മാറ്റും. അതെ, മനസ്സിലായോ? മുംബൈ നേരെ ബറൂച്ചൊക്കെ ഇവിടുന്ന് അപ്പുറത്തുനിന്ന് ഇറങ്ങുക. നോ മൊബൈൽ വൈൽ ഡ്രൈവിംഗ്. നമുക്കും ഇറങ്ങാറായില്ലേ? നമുക്ക് ഇറങ്ങാറായി. ഇനിയിപ്പോൾ പതുക്കെ പൊക്കോ, ഉടനെ തന്നെ ഇറങ്ങണം. 1-2 കിലോമീറ്റർ ഉള്ളൂ. അതെ, നമുക്ക് ഇവിടെ നല്ല ഇറങ്ങണ്ടേ. ആ ഡിഫറൻറ്റുകാരൻ ഫ്രണ്ടിൽ കയറി പോയിട്ടുണ്ട്, ഞാനും പോവാ. ഓ ഇതൊരു നദിയല്ലേ? ആ, നമ്മള് നർമ്മദ റിവർ ആട്ടോ ക്രോസ് ചെയ്യുന്നേ. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ചോദിച്ചു വേറെ നദിയായിരിക്കും. പാലത്തിന്റെ ഡിസൈൻ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഞാൻ എപ്പോഴാണ് ആലോചിച്ചു മെയിൻ ഇതിന് നദിയായിരിക്കും. ഇഷ്ടപ്പെട്ടെന്ന് തോന്നല്ലോ എക്സ്പ്രസ് ഹൈവേയിലെ പോക്ക്. നല്ല രസമുണ്ട്, കൊള്ളാം. നമ്മള് ഡിഫൻഡറുകാരൻ്റെ ഒപ്പം എത്തി. അതെ, ഇപ്പൊ പതുക്കെയാ പോകുന്ന ഡിഫൻഡറുകാരൻ. 100-110 പോകുന്നത്. നേരത്തെ പുള്ളി നല്ല സ്പീഡിൽ പോയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒരേ വൈബാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഡിഫൻഡർ. നല്ല ലുക്കല്ലേ? വണ്ടിയൊക്കെ രസമുണ്ട്. അതെ, പക്ഷെ ഉണ്ടല്ലോ എനിക്കുണ്ടല്ലോ കൂടുതലും നമ്മൾ ഈ ഓഫ് റോഡും SUV അങ്ങനത്തെ വൈബാ ഇഷ്ടം. ഈ സെഡാൻ വലിയ വൈബില്ല. സെഡാൻ എനിക്ക് അധികം ഓടിക്കാൻ വലിയല്ലേ. നമ്മളിങ്ങനെ ബ്രേക്കൊക്കെ എവിടെയും ഹമ്പൊക്കെ കാണുമ്പോൾ ചവിട്ടണം, പതുക്കെ സ്ലോ ചെയ്യണം, അടുത്തിട്ട് നോക്കണം. ഇതാണ് ഒന്നുമില്ല. നമുക്കിങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ശാന്തമായി സമാധാനമായി പോവാം. അതെ, കുറച്ചു നേരം നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. അതെ, ഇത്ര നേരം നമ്മൾ 100-110 120 അങ്ങനെ നമ്മൾ പൊക്കോട്ടിരുന്നത്. ഇന്ന് നമുക്ക് പതുക്കെ താഴ്ത്തു പോവാം. ക്ഷമ, കാരണം എൻ്റെ ഡീസൽ തീരാറായി. ഇതിനുള്ള നേരില്ല. അതെ, കിം 20 കിലോമീറ്റർ. നമുക്ക് കിമ്മിൽ പോകണം. അപ്പൊന്നോ ഞാൻ എവിടെ പോകാൻ റെഡിയാണ്. എനിക്ക് നോർത്ത് കൊറിയക്ക് പോകണം. എനിക്ക് സൗത്ത് കൊറിയക്ക് പോകണമെന്നേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് ജപ്പാനിൽ പോവാ, വിയറ്റ്നാം പോവാ, പിന്നെ അങ്ങനെ കൊറിയ, അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ. കൊറിയ പോകാൻ 2 പേർക്കും താല്പര്യമുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നോർത്ത് കൊറിയയിൽ പോകണം. ഞാൻ അധികം അങ്ങനെ നോർത്ത് കൊറിയനെ പറ്റി കേട്ടിട്ടില്ല. അപ്പോൾ ഒരു ത്വര. ഗൈസ്, നമ്മൾ ഡിഫൻഡർ വിട്ടു, അവിടെ ഹമ്മർ പോന്നു. പക്ഷെ ഹമ്മറുകാരൻ ചവിട്ടി തരുന്നില്ല. എൻ്റെ വണ്ടിക്ക് ഇത്ര ചവിട്ടിയാലും പോത്തുള്ളൂ. പുള്ളിയൊക്കെ പോയി. ഓ, പെട്ടെന്ന് ഇങ്ങനെ പാസ്സായി. ഹമ്മറങ്ങ് പോയി, പൊട്ടുപോലെ കാണാനുള്ളൂ. അതെ, ഡിഫൻഡറുകാരൻ ഇടയ്ക്ക് കയറി പോവും, പിന്നെ സ്പീഡ് കുറയ്ക്കും, പിന്നെ നിൽക്കും. അങ്ങനെയായിരുന്നു. ഇത് ഒറ്റയടിക്കങ്ങ് പോയിടി. ഇത് 308 കിലോമീറ്റർ ഉള്ളൂ മുംബൈ. ഒറ്റ വീടിൽ വിട്ടാൽ മുംബൈ ചെന്ന് വണ്ടി നിർത്താം. അത് ശരിയാ. ഇപ്പൊ അതെ, നമ്മുടെ എക്സിറ്റ് ആവാറായി. 1 കിലോമീറ്ററൂടെ സൂററ്റ് ലെഫ്റ്റ്. NH 48 കയറുക നമ്മള്. അപ്പൊ ഡിഫൻഡറിനെയും ഹമ്മറിനെയും എല്ലാം ഇവിടെ വെച്ച് ഉപേക്ഷിച്ചിട്ട് നമ്മളിനി ലെഫ്റ്റ് തിരിഞ്ഞിറങ്ങാം. ഇനി നമ്മൾ ഡയമണ്ട് സിറ്റി ആയ സൂററ്റിലേക്ക് പോവാണ്. ഡയമണ്ട് സിറ്റി. എല്ലായിടത്തും ദക്ഷിണയായിട്ട് നമുക്ക് നീങ്ങാം. ദക്ഷിണയൊക്കെ രാവിലെ കൊടുത്താണ് മിസ്റ്റർ. രാവിലെ ഇപ്പം എത്ര തവണ കൊടുത്തു? 2-3 തവണ കൊടുത്തില്ലേ? നമ്മൾ ഇത്ര നേരം വന്നിരുന്ന ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ മേളിൽ കൂടെ പോവുകയാണ്. നമ്മൾ താഴെക്കൂടെ സൂററ്റ് ടൗണിലേക്ക്. ഇവിടെ ധാബയൊക്കെ ഉണ്ടല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം. കണ്ടോ, എക്സ്പ്രസ് ഹൈവേ ഇറങ്ങിയപ്പോൾ കടകളൊക്കെ. അവിടെ ഒരു പെയിന്റ് ചെയ്യാൻ തോന്നുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കിം റിവർ ബ്രിഡ്ജിന്റെ മേലെ കൂടെയാണ്. എത്ര ടോള്? ഇവിടെ ടോള് കാറിന് 120 രൂപ സിംഗിൾ ജേണി. അപ്പൊ നമ്മള് ഇപ്പൊ ചെല്ലുന്ന ഡ്രീം വെഹിക്കിൾ. ഇറ്റ്സ് എ പവർഫുൾ വെഹിക്കിൾ. ഡ്രൈവ് ഇറ്റ് കെയർഫുള്ളി. ഇത് രാവിലെ പറയേണ്ട സംഭവം, ഇതെന്ത് ഇപ്പൊ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ടായ രാജേഷ് ചേട്ടനെയും ശ്രീചേച്ചിയുടെയും വീട്ടിലേക്കാണ്. അപ്പോൾ അവരുടെ സൂററ്റിൽ സെറ്റിൽഡ് ആണ്. നമുക്കിന്ന് അവിടെ പോയി സ്റ്റേ ചെയ്യാം. എന്നിട്ട് നമുക്ക് നാളെ സൂററ്റ് കയറാം. സൂററ്റ് ലെഫ്റ്റ്. നമ്മൾ ഇവിടുന്ന് ഹൈവേ എന്നൊക്കെ ഇറങ്ങി പോവുക. നമുക്കിവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോവാം. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇതാണ് ടാപ്പി റിവർ. എന്തൊരു ബ്ലോക്കാ ഇവിടെ എല്ലാം. നല്ല ബ്ലോക്കാ. എല്ലായിടത്തും വഴിപണി നടക്കുക. അതുകൊണ്ട് തിരക്ക് കൂടുതൽ. അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന ഫയർഫോഴ്സ് സ്റ്റേഷൻ ഇവിടുത്തെ. അപ്പോൾ നമ്മൾ കുറച്ച് ഡീസൽ അടിച്ചിട്ട് വന്നു വെച്ചു. നല്ല പമ്പായിരുന്നു.
സത്യം. നല്ല പമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടോപ്പ് ക്ലാസ് പമ്പെന്നൊക്കെ പറയത്തില്ല, അതുപോലെ കറക്റ്റ് വാഷ്റൂമുകളൊക്കെ നല്ല ക്ലീനുമായിരുന്നു, നല്ല ഇതായിരുന്നു. എന്നുവെച്ചാൽ ആ പമ്പിൻ്റെ ഓണർ അവിടെ നിന്ന് എല്ലാ കാര്യവും നോക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല നീറ്റ് പമ്പായിരുന്നു. മെയിൻ്റെനൻസ് ഉണ്ട് നന്നായിട്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ലൊരു പമ്പ് ഇതുവരെ കയറിയിട്ടില്ല. എന്നുവെച്ചാൽ നമ്മളകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഹാൻഡ് ഡ്രയർ ഉണ്ട്, അതുപോലെ തന്നെ പൈപ്പെല്ലാം ഫുള്ള് സെൻസറാണ് സംഭവം. എല്ലാം നല്ല ഫുള്ള് ക്ലീൻ ആയിരുന്നു. വാഷ്റൂം ഫുൾ ക്ലീൻ, എപ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ടോ? നല്ല ക്ലീൻ. അതിൻ്റെ അത് എന്താ പറയാ, സ്മെല്ല് പോയിട്ട് ഒന്നുമില്ല, അതുപോലെ ക്ലീൻ ആയിരുന്നു. നമ്മൾ നല്ലൊരു ഹോട്ടലിൽ കയറി എങ്ങനെയാണോ അതുപോലത്തെ വാഷ്റൂം ആയിരുന്നു. നമ്മൾ പിന്നെ ടാപ്പി റിവർ ക്രോസ് ചെയ്യുക, അതതിൻ്റെ വേറൊരു സൈഡാണ്. നടുക്കൂടെ അതെ ബസ്സിൻ്റെ ലൈന, അത് ഇലക്ട്രിക് ബസ്സാണ്. ഇതാ മുകളിലുള്ളത് മെട്രോ പില്ലേഴ്സ് ആയിരുന്നു മൊത്തം. മെട്രോ വർക്കിംഗ് ആയില്ല, അപ്പുറത്തൊക്കെ സ്റ്റേഷൻ പണിയുന്നേ ഉള്ളൂ. സൂറത്ത് മെട്രോ റെയിൽ. ഇവിടെ ഫുള്ള് ഫ്ലാറ്റാ. ചേച്ചി അങ്കിളിന് എൻ്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ. ഞാൻ വന്നിട്ടില്ല. ഞാൻ നേരത്തെ ഒരു തവണ വന്നിട്ടുണ്ട് അച്ഛയുടെ അമ്മയുടെയും കൂടെ. അതെ, താഴെ കൊണ്ട് പാർക്ക് ചെയ്യാം. പോട്ടെ. ഹലോ, വെൽക്കം ടു സൂരത്ത്. താങ്ക് യു. വണ്ടി വർക്കിട്ടാ. അപ്പോൾ ഇതാണ് അങ്കിളും ആൻറ്റിയും, രാജേഷ് അങ്കിളും ശ്രീജ ആൻറ്റിയും. അപ്പം ഞങ്ങൾ ഇന്നിപ്പം ഡിന്നറിനൊക്കെ പോവാം. വന്നു ഫ്രഷായി കുളിച്ച് റെഡിയായി പിന്നെ പോവാം. അപ്പോൾ അങ്കിളും ആൻറ്റിയും ഞങ്ങൾ ഇന്ന് ഇവിടെ കുറച്ച് ദോശ ട്രൈ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ദോശകളുണ്ട്. അപ്പോൾ നമ്മൾ 3 എണ്ണം പറഞ്ഞു. അതെ, 3 ടൈപ്പ് പറഞ്ഞു. ഇത് ചീസ് ഗാർലിക് നൈലോൺ ദോശ, ഇത് നൈലോൺ ദോശ, ഇത് ജീനി ദോശ. ജീനി ഇത് സ്വീറ്റ് അല്ലേ? ലൈറ്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയില്ല. അതെ, ട്രൈ ചെയ്ത് നോക്കാം. പപ്പടം കഴിക്കുന്നുണ്ട്, അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല. ഇപ്പൊ പനീറിൻ്റെ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ട്, അതാണ് പട്ടാനി കബാബ്. അതെ, കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത ഐറ്റമാണ് ജീനി ദോശ. ഇതിൽ കുറച്ച് മലയിലൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ റോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റഫിങ്സ് ഉണ്ട്. അപ്പം ഇതാണ് നൈലോൺ ദോശ, വലിയ ഇതായിട്ടിരിക്കുന്നത്. കൊള്ളാം, എല്ലാം നല്ല ക്രിസ്പി സാധനം. ഇവിടെ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ്. കുറേ ടൈപ്പ് ദോശകളുണ്ട്, ഇഷ്ടം പോലെ ദോശകളുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഐറ്റംസേ ഓർഡർ ചെയ്തുള്ളൂ. അടുത്ത ഐറ്റമാണ് പട്ടാനി കബാബ്. അതെ, അതിൻ്റെ കൂടെ ചട്നി ഉണ്ട്, ദയും ഇതും പുതിനയിലയും കൂടെ ചേർത്തിട്ട്. കൊള്ളാം. ഇതാണ് അടുത്ത ഐറ്റം, ഡാൽ കിച്ചടി. അത് സത്യം പറഞ്ഞാൽ ചോറും ഡാലും കൂടെ ഉള്ള ഒരു പരിപാടിയാണ്, പരിപ്പൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ അടുത്ത സെറ്റ് ദോശയും കൂടെ പറഞ്ഞു. അപ്പം ഇതിനെപ്പറ്റി ആൻറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പറഞ്ഞു. ഇത് ഗോട്ടാല ദോശ. ഗോട്ടാല എന്ന് പറയുന്നത് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താ പറയുക, ആകെ കൺഫ്യൂഷൻ ഉള്ള ഒരു മീനിങ് ആണ് ഗോട്ടാലയുടെ മീനിങ്. ഇതിനകത്ത് ഇപ്പോൾ ചീസുണ്ട്, പനീറുണ്ട്, പാലക്കുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ഗ്രേവിയാണ് ഇത്. ഇതെന്ന് പറയുന്നത് പാലക് പനീർ ദോശ, സ്റ്റഫ് ദോശയാണ് പാലക് പനീർ ദോശ. ഇതിനകത്ത് പാലക്കുണ്ട്, പനീറുണ്ട്. നമ്മൾ അല്ലെങ്കിൽ പാലക് പനീറിൻ്റെ സബ്ജിയൊക്കെ കഴിക്കുമല്ലോ, ദിസ് ഈസ് ഡിഫറെൻറ്റ്. ഇത്തിരി പാലക്കൊക്കെ അങ്ങനെ തന്നെ, ഇങ്ങനെ പാലക് പനീറാകുമ്പോൾ ഗ്രേവി ആയിട്ട് അരച്ച, ഇത് അങ്ങനെയല്ല, പാലക്കും പനീരൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ദോശ. ഇത് ഭയങ്കര ഫേമസ് ആയി. ഇത് ഭയങ്കര സൂറത്തിലെ ഒരു ഫേമസ് ഇതാ ഗോട്ടാല ദോശ. ഇത് നോർമൽ പ്ലെയിൻ. അത് പ്ലെയിൻ ദോശ. ഇത് പ്ലെയിൻ ആയിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇത് കുറേ ഗ്രേവി ഇല്ലേ, അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ദോശ. ഓക്കെ, അപ്പം ഇത് ഞങ്ങൾ 4 പേരും കൂടെ ഉള്ള ഫുഡാണ്. എല്ലാവരും എല്ലാം ട്രൈ ചെയ്ത് കഴിക്കുന്നു. ഇവരിവിടെ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്നത്, ഞങ്ങൾ മാത്രം ഇടയ്ക്കിടയ്ക്ക്. അല്ല, ഞങ്ങളിപ്പോഴല്ലേ വരുന്നതല്ലേ? ശരി, അത് ട്രൈ ചെയ്ത് നോക്ക്. നല്ല പാലക്കിൻ്റെ പനീറിൻ്റെ ഒക്കെ ഒരു നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ദോശയൊന്നും നമ്മളവിടെ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ ഒന്നുമല്ല, ഇതെല്ലാം റവയും കടലമാവും കൂടെ ചേർത്തിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഇവിടുത്തെ ഓണർ അങ്കിളുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇത് അച്ചേട്ടൻ്റെ മോനാണ്. അപ്പനാ ധൈര്യ. അപ്പം ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആട്ടോ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണാം. Hi. Yes, so this is our charcoal, very famous dosas that we started 23 years back. From today, yes. So we have around 75 types of different dosas. ഇത് ചാർക്കോൾ ആട്ടോ അവർ യൂസ് ചെയ്യുന്നത്.
ഇത് നമ്മളിപ്പോൾ കഴിച്ച ദോശ. Live, this is tandoor. We have lot of here we make whole wheat rotis, lot of paneer starters, lot of veg starters. This is Pav Bhaji station. That is Chinese station. That is whole Indian station. And this is our station where the whole food goes out for the guest. Whole preparation, whole setup is done here. The final plating is done here, and from here the takeaway goes. അപ്പോൾ ഇവിടെയാണ് ഫൈനൽ നടക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ റാഡിഷ് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ പ്ലേറ്റിൽ ഇത് അപ്പം ദോശയിൽ തന്നെ 75 വെറൈറ്റീസ് ഉണ്ട് ഇവർക്ക്. പിന്നെ എല്ലാം ഉണ്ട്, ചൈനീസ് ഉണ്ട്, പിന്നെ അത് റൊട്ടീസ് ഉണ്ട്. റൊട്ടീസൊക്കെ മറ്റേ തവ റൊട്ടി ഉണ്ടാക്കത്തില്ല, അതുപോലെ തന്നെ ഉണ്ടാക്കുന്നത് ഇവിടെ. So it was nice food. We had a great time here. Thank you so much. Thank you for coming. It's so good to see you guys have such interesting hobbies that you are doing. It's an inspiration to whole India. Lot of people should be doing this. It's a very different field that you are doing. So Thank it's you so amazing job. Thank you so much. Thank you so much for Thank you so much. coming. It's lovely meeting you guys. Same to you. Keep coming. We'll definitely visit Kerala sometime. Definitely. You have to come to Kerala. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇവിടുത്തെ ഓണറൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. അപ്പം ഗുജറാത്തിൽ ഇങ്ങനെ ഒരു ദോശക്കട ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം മെയിൻ കോഴ്സ് കഴിഞ്ഞു. ഇനി കുറച്ച് ഡ്രസ്സ് കേട്ടോ. സമയം ഇപ്പം 11:30, പക്ഷെ വഴിയിൽ നല്ല തിരക്കുണ്ട്. ഇതാണ് റോസ് ഫലൂദ. അതെ, 2 ഐസ്ക്രീം, പിന്നെ എന്തൊക്കെയോ. അതെ, കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആൻറ്റി ഒരു ഫ്രൂട്ട് സലാഡ് പറഞ്ഞ എനിക്ക് നല്ലതാണോ? നല്ല നാട്ടിലെക്കാളും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇത് ബദാം ഷേക്കാണ്. ഇതാണ് കൊക്കോ. അങ്ങനെ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. അപ്പം സൂററ്റിലെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.